താരതമ്യേന ചെറുപ്പമായ മലയാളം ഭാഷ ലോകത്തിലെ ഏറ്റവും മികച്ച സാഹിത്യങ്ങളിൽ ചിലത് സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ചിലത് മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്. സാഹിത്യത്തിലെയും സിനിമയിലെയും കാലാതീതമായ ആ കൃതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവയിൽ പലതിലും ഒരു പേര് ബന്ധപ്പെട്ടിരിക്കുന്നു. MT എന്ന MT വാസുദേവൻ നായർ. ശ്രീ ശാരദ വിദ്യാലയത്തിലെ ഈ വർഷത്തെ ലിംഗ്വ ഫെസ്റ്റ് എന്ന ലാംഗ്വേജ് ഫെസ്റ്റിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങൾ വായനയെ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സമ്മാനമാണ് നവതിയിലെത്തി നിൽക്കുന്ന MT വാസുദേവൻ നായർ എന്ന അതുല്യ കലാകാരനെ കാണാൻ ഉള്ള ആ മഹാഭാഗ്യം. ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാനായ ഒരു എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം വായനയുടെ, എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുക എന്ന ആശയം ഞങ്ങളുടെ പ്രിൻസിപ്പൽ ദീപ മാമിൻ്റേതായിരുന്നു. MTയിലേക്ക് എത്തപ്പെടാൻ വഴിയൊരുക്കിയതാവട്ടെ എഴുത്തും വായനയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ GM ശ്രീനാഥ് സാറും. ആ ആവശ്യം കേട്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്ത ശ്രീനാഥ് സാറിനും ഈ ആശയം കൊണ്ടുവന്ന ദീപ മാമിനും സർവോപരി ഇതിനൊക്കെ അനുമതി തന്ന ശ്രീ ആനന്ദ് സാറിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അഞ്ച് കുട്ടികളും 2 അധ്യാപകരും പ്രിൻസിപ്പൽ ദീപ മാമും അടങ്ങുന്ന ഒരു ചെറു സംഘം പുലർച്ചെ 3 മണിക്ക് കോഴിക്കോടേക്ക് MTയെ കാണാൻ തിരിക്കുമ്പോൾ എല്ലാവരും നല്ല ഉത്സാഹത്തിലും എന്നാൽ കുറച്ച് ഉത്കണ്ഠയിലുമായിരുന്നു. എല്ലാവരും വായനയെ, MTയെ സ്നേഹിക്കുന്നവരാകിയാൽ വഴിനീളെ ചർച്ച ചെയ്തത് MTയുടെ സാഹിത്യവും സിനിമയും ഒക്കെ തന്നെയായിരുന്നു. രസകരമായൊരു സംവാദം. ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ മനോഹരമായൊരു ദിനമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. കോഴിക്കോട് നടക്കാവിലുള്ള സിത്താര എന്ന MTയുടെ ഭവനത്തിലെത്തുമ്പോൾ അദ്ദേഹം ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെ തോന്നി. ഒരുപാട് സന്തോഷത്തോടെ, നിറഞ്ഞ ചിരിയോടെ ഞങ്ങളെ അദ്ദേഹം വരവേറ്റപ്പോൾ അതുവരെ വായിച്ചറിഞ്ഞ, കേട്ടറിഞ്ഞ കർക്കശക്കാരനായ കാരണവർ ഉരുകിയില്ലാതായതുപോലെ. പ്രായത്തിൻ്റെ അവശതകൾ ഒരുപാടുണ്ടെങ്കിലും 1 മണിക്കൂറോളം കുട്ടികളുടെ ചോദ്യത്തിനെല്ലാം മറുപടി നൽകിയും അവർക്ക് നന്മയുടെ നേർവഴി പറഞ്ഞുകൊടുത്തും ഞങ്ങളോടൊപ്പം ഫോട്ടോയ്ക്ക് ഇരുന്ന് തന്നും മിഠായി സമ്മാനിച്ചും ആ അതുല്യ കലാകാരൻ. MT എന്നും ഒരു അത്ഭുതം തന്നെയാണ്. മനസ്സിൽ ഒരു മഞ്ഞ് വീണ അനുഭൂതി. സാറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്? സാറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾ പറയുന്നത് അവർക്കൊക്കെ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാറിന് ഇഷ്ടമുള്ള എഴുത്തുകാരാണ് സാറിന്. മലയാളത്തിലെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരെ ഒക്കെ വായിച്ചിടാൻ തുടങ്ങിയത് കാലത്ത് കവി ഇഷ്ടപ്പെട്ടവർ ഇവരൊക്കെയാണ് ആദ്യകാലത്ത്. അവരൊക്കെയാണ് നമ്മുടെ എഴുത്തിൻ്റെ
ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ മലയാളം മാത്രമല്ല ഇംഗ്ലീഷിലും അത്യാവശ്യം കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. പിന്നെ വായിച്ചാലേ വളർന്നു. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ, MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. സാറിന്റെ എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. സാർ ഇനിയോ എഴുതാൻ ആഗ്രഹിച്ച ഒരാശയം ഇപ്പോഴും മനസ്സിൽ വെക്കുന്നു. എന്ന് സാർ ഒരു രണ്ടാം മുഴുവൊക്കെ പോലെ ഒരു ഡെപ്തായിട്ടുള്ളൊരു ആശയം സാറിന്റെ മനസ്സിൽ കിടക്കുന്നൊരു ഭയങ്കര ഒരു നോവലിന് വേണ്ടിയിട്ടുള്ള എഴുതണം. അങ്ങനെ പലതുണ്ടാവും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തും. കഥകളായാലും അവരുടെ ഒരിക്കൽ അമേരിക്ക പലർക്കും ആദ്യം മലയാളികൾ ആ വീട്ടില് മേശപ്പുറത്തേക്ക് വന്നിപ്പോൾ മേശപ്പുറത്ത് അതൊന്നും ചെയ്യില്ല. അങ്ങനെ ആക്കിപ്പൊടിക്കാതെയും അതിനെ അങ്ങനെ ട്രെയിൻ ചെയ്യും. അതിനെ പ്രത്യേക ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗം അത് വാതിൽ കഴിഞ്ഞാൽ അത് നമുക്കൊരു അർത്ഥമായിരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണില്ല. പിന്നീട് അതിനൊക്കെ പറ്റി ഞാൻ പറയുന്നത് മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാം മൂഴം, വാരണാസി എന്നീ നോവലുകൾ കാലം എത്ര കഴിഞ്ഞാലും പഴകുംതോറും വീര്യം കൂടി വരുന്ന വീഞ്ഞു പോലെയാണ് വായനക്കാർക്ക്. സാറ് നിരവധി മനോഹരമായിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതാ? ഞാൻ എഴുതിയ ഒരാൾക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ ഈ 3 കുട്ടികളുടെ അതേപോലെ ഇഷ്ടം തോന്നും. അതുപോലെ തന്നെ നമ്മൾ പലതും എഴുതിയിട്ടുണ്ടാവും. ചിലത് മാതിരി ശരിയായില്ല എന്ന് അപ്പം തോന്നിയിട്ടുണ്ടാവും. പിന്നീട് അങ്ങനെയായിരുന്നു അതിങ്ങനെയായിരുന്നു വേണ്ടതെന്ന് പിന്നീട് വരുമ്പോഴത്തേക്കും എന്നും വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ മാത്രമല്ല മറ്റുള്ളവരും വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യണം തോന്നുന്നു. ആത്മകഥാംശമുള്ള ഒരു എന്തെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ? ആത്മകഥാംശമുള്ള താഴത്തിലെ സേതു കുറച്ച് ആത്മകഥയുടെ അംശമുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പഠിക്കുന്ന കാര്യമൊക്കെ ആത്മകഥയുടെ ഒരു അംശമുണ്ട്. എഴുത്തിലെപ്പോഴും എല്ലാവരുടെ എഴുത്തിലും കുറച്ച് ആത്മകഥയുടെ അംശമുണ്ട്. നേരത്തെ നേരെയില്ല, അവർക്ക് ചെറുതുണ്ടാവും. സ്വന്തം ജീവിതത്തിൽ സംബന്ധിച്ച അതിനെപ്പറ്റി അവർ വേറൊരു രീതിയിലെങ്കിലും വരും. നേരിട്ടല്ല, ആത്മകഥയുടെ ഒരു അംശം ഉണ്ടാവും ഈശ്വരന്മാർ എല്ലാ എഴുത്തിലും. കാലം, മഞ്ഞ്, നാലുകെട്ട് തുടങ്ങിയ നോവലുകൾ സാധാരണ മലയാളി വായനക്കാരുടെ വായനാനുഭവത്തിന് ഉള്ളൊരുക്കുന്ന ആത്മസ്പർശം നൽകിയപ്പോൾ
രണ്ടാമൂഴം എന്ന ക്ലാസിക്കിൽ നിളാനദിയുടെ കലാകാരൻ വരച്ചു കാണിച്ചത് ഇതിഹാസ നായകൻ്റെ ഉള്ളിലേക്കുന്ന വേദനയാണ്. കുഞ്ഞുങ്ങളോട് പറയാൻ എന്താണുള്ളത് ഈ ഒരു തലമുറയിൽ? നിങ്ങൾ ഒന്ന് ഭാഷ അതിവിടെ മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം മറ്റു ഭാഷകളോട് പഠിക്കാനുള്ള അവസരമില്ലാത്തപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ഭാഷ ആ ഭാഷ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് പണ്ടത്തെ ആളുകൾ സൃഷ്ടിച്ചിട്ടുള്ള അറിവുണ്ട്. അത് നമ്മളും അതിൻ്റെ പിൻഗാമികളുള്ളതൊക്കെ അവരൊക്കെ നമുക്ക് അവരെന്തെങ്കിലും എന്താണ് എഴുതാൻ കാരണം അവർക്ക് കിട്ടിയ നമുക്ക് പുസ്തകങ്ങളിൽ പുതിയ എഴുത്തിൽ ശ്രദ്ധിക്കണം, അതേപടി ചെയ്യണം എന്നല്ല. ഇതാ പുതിയൊരു ശൈലി ഉണ്ടാവുന്നു, ഭാഷ ഉണ്ടാവുന്നു. അതൊന്ന് നമുക്ക് പുതിയ നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കണം. ഈ പ്രകൃതി നമ്മുടെ വളർത്തന്നെയാണ്. നമുക്ക് ഈ പ്രകൃതിയോടുള്ള സ്നേഹം അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് കാണുന്നത്. പ്രകൃതിയെ നശിപ്പിക്കുകയല്ല, പ്രകൃതിയെ വളർത്തുക എന്നുള്ളത്. അത് ഏത് കാലത്തും അതില്ലെങ്കിൽ മനുഷ്യനില്ല ഈ ലോകത്തിൽ. അവർക്ക് ഈ പ്രകൃതിയോട് പ്രകൃതിയുടെ ഒരിണങ്ങി ജീവിക്കാനാണ് അവർ പഠിക്കുന്നത്. എല്ലാ ദിക്കിലും എല്ലാ ഭാഷകളും. അപ്പോൾ അവർക്ക് കൂടിയത് കിട്ടുന്നത് പോലെ നമുക്കും കിട്ടും. നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ പുഴകൾ നഷ്ടപ്പെട്ടിരിക്കുക, നമ്മുടെ വയലുകൾ നഷ്ടപ്പെട്ടു പോയത്. പ്രകൃതിയാണ് നമ്മൾ വളർത്തുന്നത്. നമുക്ക് ഭക്ഷണം തരുന്ന പ്രകൃതിയാണ്. അതിനാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പം ആ പ്രകൃതിയോടുള്ള സ്നേഹവും ആദരവും നമുക്ക് ഉണ്ടാകും. കുട്ടികളായാലും മുതിർന്നവരായാലും അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സന്തോഷം. ഞങ്ങളുടെ കൂടെ സമയം ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ എൻ്റെ സാറ് രാവിലെ ഇരിക്കുന്നല്ലോ എന്നുള്ളത്. എഴുതാൻ പറ്റട്ടെ. കുറേ വർഷം കൂടി നല്ല രീതിയിൽ മാതൃഭാഷയുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വാചാലനായും വിശാലമായ വായനയിലൂടെ മാത്രമേ പുതിയ പുതിയ കാഴ്ചകളും അറിവുകളും ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിയും എത്ര അറിവുകളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് കിട്ടിയത്. അവർ ഭാഗ്യമുള്ളവരാണ്. MTയെ കണ്ടുകഴിഞ്ഞ് മാതൃഭൂമി സീനിയർ ചീഫ് ന്യൂസ് ഫോട്ടോഗ്രാഫർ ശ്രീ KK സന്തോഷ് പകർത്തിയ MTയുടെ ഫോട്ടോ പ്രദർശനവും കണ്ട് മാതൃഭൂമിയുടെ സുഹൃതം ബുക്ക് ഫെസ്റ്റിലും പങ്കെടുത്ത് തിരികെ സ്കൂളിലേക്ക് മടങ്ങുമ്പോൾ ഈ 5 കുട്ടികളും സ്കൂളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത് ഓർമ്മകൾ മാത്രമല്ല, മറ്റു കുട്ടികൾക്കായി പങ്കുവയ്ക്കുവാൻ സ്വന്തം അനുഭവങ്ങൾ കൂടിയാണ്. അതെ, അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും മഹത്തായ അധ്യാപകർ. നന്ദി.